വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 23. പറയൂ നന്ദു, നിനക്കറിയാമോ അവൾ ആരാണെന്ന്? നന്ദുവിൻ്റെ മുന്നിലായി സത്യ നിന്നു. എന്തിനാ സത്യ നീ അവളെ മാത്രം ചോദ്യം ചെയ്യുന്നേ? ഞങ്ങൾക്കറിയാവുന്നതിൽ കൂടുതലൊന്നും അവൾക്കറിയില്ല. മുത്തശ്ശൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു. എനിക്കറിയണം സത്യം, ആരിൽ നിന്നായാലും അറിഞ്ഞേ മതിയാകൂ. പറയാൻ ഉത്തരവാദിത്വമുള്ള ഞങ്ങളുള്ളപ്പോൾ ഞങ്ങൾ ഉത്തരം പറയുന്നതാവും നല്ലത്. മുത്തശ്ശനും വിട്ടുകൊടുത്തില്ല. നിന്റെ കാര്യങ്ങളൊന്നും നീ ആരോടും തുറന്നു പറയാറില്ല. ഒരു റിലേഷനിലാണെന്ന് എന്നോട് എപ്പോഴോ പറഞ്ഞതല്ലാതെ മറ്റൊന്നും നീ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. നിനക്കൊരു പ്രണയമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ നീ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്നെ കാണാൻ വന്നിരുന്നൊരു കുട്ടി, അതും മാർത്താണ്ഡൻ ഡോക്ടർക്ക് മുന്നിൽ മാത്രം. ഡോക്ടറോട് അനുവാദം വാങ്ങിയാണ് നിന്നെ ICUവിൽ കയറി കാണുന്നത്. അന്നുപോലും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ആ കുട്ടി. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു നിന്നെ നോക്കാൻ കണക്കിന് ഒരാളെ ഏർപ്പാട് ചെയ്യണമെന്ന്. ഒരമ്മയ്ക്ക് നിനക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നിന്റെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. അത് ഡോക്ടറുടെ സജഷനുമായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിയെക്കുറിച്ച് പോലും ഞങ്ങൾ അറിയുന്നത്. അവളുടെ പേര് നീലിമ. വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നീലിമയുടെ വീട്ടിൽ നിന്നും ആലോചനയുമായി വന്നത്. കേട്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ സ്വത്തിലും പ്രതാപത്തിലും കുടുംബമഹിമയിലും എല്ലാം അവർക്ക് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. ഈ ആലോചനയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനവും. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത നിന്റെ ഒപ്പം മോളെ അയക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അവരുടെ കാല് പിടിക്കണമായിരുന്നോ? അങ്ങനെയാണ് നന്ദുവുമായുള്ള ആലോചന ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷെ അവിടെയും വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. ആരും അറിഞ്ഞുകൊണ്ട് സമ്മതിക്കില്ല ഇങ്ങനെയൊരു ബന്ധം. അന്ന് നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് നീയുമായി മാത്രമായിരിക്കെ എന്ന് പറഞ്ഞത് അവളാണ്. അങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ നന്ദു എത്തുന്നത്. നീ ആരാണെന്നോ നിന്റെ സമ്പാദ്യം എന്താണെന്നോ അറിയാതെ നിന്നോടുള്ള സ്നേഹം, അത് മാത്രമാണ് അവളെ നിന്നോട് ചേർത്തത്. ഇനിയും നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ സത്യ? മുത്തശ്ശനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അവനെ തളർത്തിക്കളഞ്ഞു. എന്നെ അന്വേഷിച്ചൊരു പെൺകുട്ടി വന്നപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എന്നോട്? ജയിക്കാനായി സത്യ ചോദിച്ചു. ഞങ്ങൾ ആരാണെന്ന് പോലും തിരിച്ചറിയാതെ നിന്നോട് എങ്ങനെയാ സത്യ പറഞ്ഞു തന്നത് വന്ന പെൺകുട്ടി ആരാണെന്ന്? സത്യം പകൽ വെളിച്ചം പോലെ നിന്റെ മുന്നിലുള്ളപ്പോൾ നീ അത് അംഗീകരിക്കണം. ഞാൻ എല്ലാം അംഗീകരിക്കുന്നു മുത്തശ്ശ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നന്ദുവിനോടാണ്. അവളുമായി ആദ്യം ഞാൻ അകൽച്ചയിൽ തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന രൂപത്തെക്കുറിച്ച് പോലും ഞാൻ ആദ്യം സംസാരിച്ചത് അവളോടാണ്. അങ്ങനെയുള്ള അവൾ ഇക്കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് എന്നോട് മറച്ചു വെച്ചു, തുറന്നു പറയാതെ? ഞാൻ പലതവണ ചോദിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ, നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന്. പക്ഷേ അന്നെല്ലാം ഇല്ലെന്ന് പറഞ്ഞത് അവൾ തന്നെയാണ്. ആ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്. ഒരിക്കലെങ്കിലും അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതെല്ലാം ഉൾക്കൊണ്ടേനെ. എന്നോട് അറിഞ്ഞു വെച്ചുകൊണ്ട് സത്യം മറച്ചു വെച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനെന്തെങ്കിലും മറുപടി അവൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുക. സത്യ അവളുടെ മുന്നിൽ വന്ന് നിന്നു. എത്രയോ വട്ടം ഞാൻ ചോദിച്ചു നിന്നോട്, ഒരിക്കലെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ നന്ദു? എൻ്റെ നഷ്ടപ്പെട്ട ഓർമ്മയിൽ ഞാൻ അത് ഉൾക്കൊണ്ടേനെ. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു, പറ്റിച്ചു കളഞ്ഞു. എന്നിലെ മറവിയെ മുതലാക്കി ആരെയും എനിക്ക് കാണണ്ട. ഞാൻ മനഃപൂർവ്വമല്ല ഒന്നും. എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. അറിയുമ്പോൾ എന്നെ വെറുക്കുമെന്ന് കരുതി പറയാത്തതാണ്. മതി, നിർത്ത്. എനിക്ക് കേൾക്കണ്ട. ഒരു ആക്സിഡൻറ്റ് എനിക്കെല്ലാം നഷ്ടമാക്കി. എൻ്റെ കരിയർ, എൻ്റെ ഡ്രീം, എൻ്റെ ലൈഫ് എല്ലാവരും ചേർന്ന് എന്നിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു. വൈ? എന്തിന്? ഇവൾക്ക് വേണ്ടി. ഓർമ്മയില്ലെന്ന ഒറ്റ കാരണത്താൽ എൻ്റെ ലൈഫിൽ വന്ന ഇവളുടെ വിശാല മനസ്സിന് മുന്നിൽ ഞാൻ എന്ന വ്യക്തിയെ എല്ലാവരും മറന്നു. എനിക്ക് ആരെയും വേണ്ട, ആരും വേണ്ട. ഗെറ്റ് ലോസ്റ്റ്. മുടിയിൽ പിച്ച് വലിച്ചുകൊണ്ട് സത്യ അലറി. സത്യ, നീ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അച്ഛൻ മുന്നോട്ട് വന്നു. അതെ, ഭ്രാന്താണ്. എല്ലാവരും കൂടി സ്നേഹം നടിച്ച് പറ്റിച്ച് എന്നെ ഭ്രാന്തനാക്കി. എനിക്ക് ആരെയും കാണണ്ട, ആരും വേണ്ട. നന്ദുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. നിന്നെ ഞാൻ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചു. പക്ഷേ സത്യം നിനക്കറിയാമായിരുന്നിട്ടും നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു. നീയെങ്കിലും എന്നോടെല്ലാം തുറന്നു പറഞ്ഞെങ്കിൽ ഞാൻ ഇത്ര വേദനിക്കില്ലായിരുന്നു. ഇനി സത്യപ്രകാശിൻ്റെ ജീവിതത്തിൽ ശ്രീനന്ദയ്ക്ക് സ്ഥാനമില്ല. നീയും ഞാനുമായുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു.
പരസ്പര വിശ്വാസം, അതാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ്. നമുക്കിടയിൽ അത് നഷ്ടമായി. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല. നീ എന്നോട് കാണിച്ച സ്നേഹം പോലും കള്ളമായിരുന്നുവെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. നിർത്തുന്നുണ്ടോ? നന്ദു പൊട്ടിത്തെറിച്ചു. പറഞ്ഞ് എന്തും പറയാമെന്നായോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു ആക്സിഡൻറ്റിൽ സ്വബോധം നഷ്ടമായ നിങ്ങളെ സ്വന്തം മകളുടെ ഭർത്താവാകാൻ വേണ്ടെന്ന് പറഞ്ഞു പോയ കാമുകിയുടെ അച്ഛൻ്റെ അവഗണനയെ പറഞ്ഞു തരണമോ? അതോ നിങ്ങളോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ പേരിൽ ഒരു വേലക്കാരിയെ പോലെ നിങ്ങളെ ശുശ്രൂഷിച്ച് ഒടുവിൽ നിങ്ങളുടെ ഭാര്യയായി തീർന്നതിനെക്കുറിച്ച് പറയണമായിരുന്നോ? വിവാഹം കഴിഞ്ഞിട്ടും മനസ്സുകൊണ്ടുപോലും എന്നെ അംഗീകരിക്കാൻ മടി കാണിച്ച നിങ്ങളോട് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടിയിരുന്നത്? ഒടുവിൽ അതുവരെ നിഷേധിച്ച സ്നേഹമെല്ലാം നിങ്ങൾ എനിക്ക് തരാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ വരുന്ന കാമുകിയെക്കുറിച്ച് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു തരണമായിരുന്നു. അതെൻ്റെ സ്വാർത്ഥതയാണെങ്കിൽ ഞാൻ സ്വാർത്ഥ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ. കൊള്ളാം, അവരവരുടെ കാര്യമെത്തുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്. ഇതോടുകൂടി പാസ്റ്റ് അവസാനിച്ചു കൂട്ടുകാരെ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇങ്ങനെ ഏതു നേരവും ആലോചനയോടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ മോളെ? നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ? നീ പോയി കിടക്കാൻ നോക്ക്. ആലോചനകളിൽ നിന്ന് മോചിതയായ നന്ദു കിടക്കയിലേക്ക് വീണു. ശിവ എഴുന്നേൽക്കുമ്പോൾ അടുത്ത് നീലുവിനെ കണ്ടില്ല. താഴെ നിന്ന് ബഹളം കേട്ടപ്പോൾ മനസ്സിലായി രാവിലെ അപ്പച്ചിയും മോളും കൂടി കിച്ചണിലാണെന്ന്. ശിവ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ കിച്ചണിലെത്തി. പതിവ് കാഴ്ച തന്നെ. അമ്മ ചൂട് ദോശ ചുട്ട് പ്ലേറ്റിലാക്കി കൊടുക്കുന്നു. അവളത് ആസ്വദിച്ചു കഴിക്കുന്നു. ഇപ്പോൾ കാണുന്ന സ്ഥിരം കാഴ്ചയായതുകൊണ്ട് അവൻ അതിന് പുതുമയൊന്നും തോന്നിയില്ല. ഒന്നിന് മാറ്റമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദോശയ്ക്ക് കറി തലേ ദിവസത്തെ മീൻകറിയായിരുന്നു. ഈ ആഴ്ച അത് മുളക് ചട്നിക്ക് വഴിമാറി. പെണ്ണിന് 6 മാസമായി. അതുകൊണ്ട് അവൾ പറയുന്നതെല്ലാം അമ്മയ്ക്ക് വേദവാക്യമാണ്. ഞാനൊരുത്തൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ കാണാമായിരുന്നു. അമ്മയും നീലുവും ഒന്നിച്ചാണ് ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത്. നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നത്? നിനക്ക് കയറി വരാൻ ഇനി പ്രത്യേക അനുവാദം വേണോ? അമ്മയുടേതായിരുന്നു ചോദ്യം. അല്ല, എന്നെ ഇപ്പോൾ ആർക്കും കണ്ണിന് പിടിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ശോ, ഇങ്ങനെയൊരു കുശുമ്പൻ ചെറുക്കൻ. ഡാ, നീയും ഇവളും എനിക്ക് വേറെ ആണോ? എൻ്റെ 2 കണ്ണുകളല്ലേ? നിനക്ക് ശേഷം ഈ കുടുംബത്തിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്? ചില പെൺകുട്ടികൾക്ക് ഗർഭകാലമാകുമ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണവും അവശതയും ഛർദിയും ഒക്കെ ആയിരിക്കും. മോളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ലാത്തത് തന്നെ വലിയ കാര്യം. അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടപ്പെട്ട നേരത്ത് കഴിക്കണം. അവളുടെ കാര്യം നോക്കാനല്ലാതെ എനിക്കിവിടെ വേറെ എന്താ പണി? ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മേ. നിങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ നിന്നാൽ പറ്റില്ല. ഇന്നാണ് ഡോക്ടറെ കാണാൻ പോകാനുള്ളത്. അതുകൊണ്ട് വേഗം പോയി റെഡിയാകണം. എനിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതിന് ശേഷം ഓഫീസിൽ പോകണം. ആ, പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. ഒരു കാര്യം ചെയ്യ്, മോള് വേഗം പോയി റെഡിയാക്. നീലുവിൻ്റെ പിന്നാലെ ശിവയും കൂടി മുകളിലേക്ക് പോയി. പെണ്ണിന് വയറ് കൂടുതലാണ്, അതുകൊണ്ട് നടക്കുന്നതൊക്കെ വളരെ പതുക്കെയാണ്. അലമാരിയിൽ നിന്നും പാകത്തിനുള്ള ഡ്രസ്സ് തിരയുവാണ്. ഒടുവിൽ പിങ്ക് കുർത്തിയും വൈറ്റ് പലാസയും എടുത്തിട്ടു. ശിവേട്ടാ, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോൾ എനിക്കൊന്ന് വീട്ടിൽ പോകണം. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നോട്ടെ? മുഖത്ത് ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത വാരി വിതറി നീലു. ശോ, ഇത്രയും ഉടായ്പ് കണ്ടുപിടിച്ചത് തന്നെ നീയാണെന്ന് തോന്നുമല്ലോ എൻ്റെ ഉണ്ണിയാർച്ചേ. പ്ലീസ് ശിവേട്ടാ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഓക്കെ. നീയില്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ലെന്നായിട്ടുണ്ട് പെണ്ണേ. എന്നാലും നിൻ്റെ ആഗ്രഹമല്ലേ? അപ്പച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു. ഓഹോ, അപ്പോൾ അനുവാദമൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടാണ്. ശിവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഫയൽ എടുത്ത് വെച്ചു. തലേ ദിവസമേ അപ്പോയിൻമെൻ്റ് എടുത്തത് കാരണം നേരത്തെ ഓഫീസിലും എത്താം. വാഷ്റൂമിൽ ഗാനമേള നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴൊന്നും തീരില്ലെന്നറിയാവുന്നത് കൊണ്ട് ശിവ താഴെ അമ്മയുടെ റൂമിലെത്തി കുളിച്ചു. മോള് കുളിക്കാൻ കയറിയോ ശിവ? പുഞ്ചിരിയോട് അമ്മ ചോദിച്ചു. അതേ ചിരി അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു. എടാ മോനെ, അവൾ കുഞ്ഞല്ലേ, അതിൻ്റെ ചില കുറുമ്പുകൾ കാട്ടിയാലും നീ പക്വതയോടെ പെരുമാറണം. ഈ അമ്മ പറയുന്ന കുഞ്ഞിൻ്റെ വയസ്സ് 24 അത് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. അച്ഛനും ആങ്ങളമാരും വളരെ ചെല്ലത്തിലല്ലേടാ അവളെ വളർത്തിയത്. അതിൻ്റേതായ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും അവൾക്കില്ല. പിന്നെ ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. എന്നോടും നിന്നോടും അത് രസമല്ലേ? നമ്മൾ 2 പേരും മാത്രം ഉണ്ടായിരുന്ന ഈ വീട്ടിലിപ്പോൾ അവൾ കൂടി വന്നപ്പോൾ എന്ത് സന്തോഷമാണ്. ഞാൻ കാണിക്കുന്നത് ദേഷ്യം വെറുതെയാണെന്ന് അവൾക്കറിയാം അമ്മേ. അവളിപ്പോൾ ഇറങ്ങും, ഞാൻ റെഡിയാവട്ടെ, അല്ലെങ്കിൽ ആ പെണ്ണ് ഇരികെ ശരണവും തരില്ല. പിന്നെ അമ്മ, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും അവൾ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞു രാവിലെ. നിങ്ങൾ പോയിട്ട് വാ. ഇനി എത്ര അപ്പോയിൻമെൻറ്റ് കൂടിയുണ്ട് ശ്രീനന്ദ? ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ?
ഗൈനക്കോളജി ഡോക്ടർ പവിത്ര ശ്രീനന്ദയോട് ചോദിച്ചു. ഇന്ന് ഡോക്ടറുടെ OP ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് കൂടുതലാണ്. ഇനിയും ഒരു 50 പേരെങ്കിലും കാണും. ഡോക്ടർ തരുൺ ഫ്രീ ആണെങ്കിൽ കുറച്ച് പേരെ അവിടേക്ക് കൂടി നോക്കാൻ പറയാമായിരുന്നു. സോറി ഡോക്ടർ, തരുൺ ഡോക്ടർ ഇന്ന് OP കൂടുതലാണ്. എങ്കിലൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് വിളിക്ക്. ഓരോ പേഷ്യൻറ്റിനെയായി BPയും വെയിറ്റും ചെക്ക് ചെയ്ത് എഴുതി വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് ഓരോരുത്തരെയായി കൂട്ടിക്കൊണ്ടുപോയി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ശ്രീനന്ദ ഇനി അല്പം കൂടി കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഞാനൊന്ന് വാഷ്റൂം പോയി വരാം. ഡോക്ടർ എഴുന്നേറ്റു. തനിക്ക് സുഖമില്ലേ? 2-3 ദിവസമായി ആകെ ഒരു ഉഷാറില്ലായ്മ. ജോലി തിരക്കുണ്ടോ ശ്രീനന്ദ? അവളെ ഒന്ന് നേർമയായി ചിരിച്ചു. താൻ മാരീഡ് അല്ലേ? ഡോക്ടർ വാഷ്റൂമിലേക്ക് കയറി. നന്ദു ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് 2 കവിൾ വെള്ളം കുടിച്ചു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. 3-4 ദിവസമായി ആകെ ക്ഷീണമാണ്. വീടെത്തിയാൽ കുളിച്ച് നേരെ ഒരേ കിടപ്പാണ്. ഇന്ന് എന്തായാലും ഇറങ്ങാൻ നേരം കാഷ്വാലിറ്റിയിലെ സരള ഡോക്ടറെ കാണിക്കണം. ശ്രീനന്ദ അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കൂ. ഡോക്ടർ ടവലിൽ മുഖം അമർത്തി തുടച്ചു നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. തുടരും. കഥ ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലാകുന്നുണ്ടല്ലോ. പാസ്റ്റ് മുഴുവനും കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റിലൂടെയാണ് കഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.